സുപ്രഭാതം. ഇന്ന് രാവിലെ നിങ്ങൾ ജാലകം തുറന്നിരുന്നോ? തുറന്നിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം ഓർത്തു നോക്കൂ. ജാലകം തുറന്ന ഉടനെ എന്താണ് സംഭവിക്കുന്നത്? പ്രകാശം അകത്തേക്ക് വരുന്നു, കാറ്റ് അകത്തേക്ക് വരുന്നു, പക്ഷികളുടെ ശബ്ദം കേൾക്കാം. പുറത്തെ ലോകം അപ്പോൾ മാത്രമാണ് മുറിയുടെ ഭാഗമാകുന്നത്. പക്ഷേ ജാലകം തുറക്കുന്നതിന് മുൻപ് ഇതൊന്നുമില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. സൂര്യനുണ്ടായിരുന്നു, കാറ്റുണ്ടായിരുന്നു, പക്ഷികൾ പാടുന്നുണ്ടായിരുന്നു. മാറിയത് പുറത്തുള്ള ലോകമല്ല, തുറന്നത് ജാലകമാണ്. ജീവിതവും പലപ്പോഴും അങ്ങനെയാണ്. നമ്മൾ പറയാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ സന്തോഷമില്ല, അവസരങ്ങളില്ല, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. ഒരുപക്ഷെ പ്രശ്നം ലോകത്തിലായിരിക്കില്ല, നമ്മൾ തുറക്കാതെ വച്ചിരിക്കുന്ന ചില ജാലകങ്ങളിലായിരിക്കും. പുതിയ ആശയങ്ങളിലേക്കുള്ള ജാലകം, മറ്റൊരാളുടെ അഭിപ്രായം കേൾക്കുവാനുള്ള ജാലകം, ക്ഷമിക്കുവാനുള്ള ജാലകം, നന്ദി പറയുവാനുള്ള ജാലകം. ചിലർ വർഷങ്ങളായി ഒരു വേദന മനസ്സിൽ പൂട്ടി വച്ചിരിക്കുന്നു. പുറത്ത് ജീവിതം മുട്ടി വിളിക്കുന്നുണ്ട്, പക്ഷേ അകത്തിരിക്കുന്ന മനസ്സ് പറയുന്നത് ഇനി ഞാൻ തുറക്കില്ല. അപ്പോൾ പ്രകാശം എങ്ങനെ അകത്തു വരും? കാറ്റ് എങ്ങനെ സ്പർശിക്കും? ഇന്നലെ വരെ നമ്മൾ വിശ്വസിച്ചിരുന്ന ഒരു കാര്യം ഇന്ന് മാറ്റി പറയേണ്ടി വന്നാൽ അതിൽ ഒരു കുറവുമില്ല. കാരണം അടഞ്ഞ വാതിലുകൾ സുരക്ഷ നൽകും, പക്ഷേ തുറന്ന ജാലകങ്ങളാണ് ജീവിതം നൽകുന്നത്. ഒരു കുഞ്ഞിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഓരോ ദിവസവും പുതിയ ചോദ്യങ്ങൾ ചോദിക്കും. എന്തുകൊണ്ട്? അതിൻ്റെ മനസ്സിൽ ജാലകങ്ങൾ അടഞ്ഞിട്ടില്ല. അത്ഭുതപ്പെടുവാനുള്ള കഴിവ് അതിന് നഷ്ടമായിട്ടില്ല. പക്ഷെ പ്രായം കൂടുമ്പോൾ നമ്മൾ ഉത്തരങ്ങൾ ശേഖരിക്കുന്നു, ചോദ്യങ്ങൾ മറക്കുന്നു. അവിടെയാണ് ചില ജാലകങ്ങൾ പതുക്കെ അടയുന്നത്. ഇന്നൊരു ചെറിയ പരീക്ഷണം ചെയ്യാം. വീട്ടിലെ ഒരു ജാലകം തുറക്കുമ്പോൾ ഒരു നിമിഷം നിൽക്കൂ. അകത്തേക്ക് വരുന്ന കാറ്റിനെ ശ്രദ്ധിക്കൂ. പിന്നെ സ്വയം ചോദിക്കൂ, എൻ്റെ ജീവിതത്തിൽ ഞാൻ അടച്ചു വച്ചിരിക്കുന്ന ഒരു ജാലകം ഏതാണ്? ഒരാളോട് സംസാരിക്കാനുള്ളതാണോ? ഒരു സ്വപ്നം വീണ്ടും തുടങ്ങാനുള്ളതോ? ഒരു തെറ്റ് സമ്മതിക്കാനുള്ളതോ? അല്ലെങ്കിൽ സ്വയം വീണ്ടും വിശ്വസിക്കാനുള്ളതോ? ഉത്തരം നിങ്ങൾക്കേ അറിയൂ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ജാലകം തുറക്കാൻ പുറത്തുനിന്ന് ആരും വരില്ല. ആ ചെറിയ കൈപ്പിടി അകത്താണ്. അത് തുറക്കേണ്ടതും നിങ്ങളാണ്. ഇന്നത്തെ മന്ത്ര ഇതാണ്: ലോകം മാറുന്നതിന് മുൻപ് ചിലപ്പോൾ തുറക്കേണ്ടത് നമ്മുടെ മനസ്സിലെ ഒരു ചെറിയ ജാലകമാണ്. ഇന്ന് ഒരു പുതിയ ചിന്തയ്ക്ക് ഇടം കൊടുക്കൂ. ഒരു പുതിയ മനുഷ്യനെ കേൾക്കൂ. ഒരു പഴയ വിരോധം വിട്ടുകളയൂ. ഒരു പുതിയ പ്രഭാതത്തെ മനസ്സിലേക്ക് ക്ഷണിക്കൂ. അപ്പോൾ നിങ്ങൾ കാണും, പ്രകാശം എന്നും പുറത്തുണ്ടായിരുന്നു. അതിനെ അകത്തേക്ക് ക്ഷണിക്കേണ്ടത് മാത്രമായിരുന്നു ബാക്കി. എല്ലാവർക്കും സമാധാനവും പ്രത്യാശയും നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു. നാളെ മറ്റൊരു ചെറിയ ജീവിത നിരീക്ഷണവുമായി വീണ്ടും കാണാം. സുപ്രഭാതം. നല്ലൊരു ദിനം ആശംസിക്കുന്നു.